ില്ല. BC 1-ാം നൂറ്റാണ്ട് തൊട്ട് പല സമ്പ്രദായങ്ങളാണ് കാലം കണക്കാക്കാൻ ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. അങ്ങനെ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന പല പ്രാദേശിക വർഷങ്ങളിൽ ഒന്നാണ് AD 824-825 ആരംഭിച്ച കൊല്ലവർഷം. അതിനു മുമ്പ് ഇന്ത്യയിൽ നടപ്പുണ്ടായിരുന്ന ചില വർഷങ്ങളാണ് സപ്തർഷി വർഷം BC 76 മുതൽ, വിക്രമവർഷം BC 56 മുതൽ, ശകവർഷം AD 78, കലശൂരി വർഷം AD 248, ഗുപ്തവർഷം AD 320, ഹർഷവർഷം AD 606 തുടങ്ങിയവ. കൊല്ലവർഷത്തിന്റെ ഉത്ഭവം. കൊല്ലവർഷം നിലവിൽ വന്നത് കേരളത്തിന്റെ ചരിത്രത്തിലും കാലഗണനയിലും ഒരു സുപ്രധാന സംഭവമാണ്. അത് പ്രചരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ശാസനങ്ങളും മറ്റു രേഖകളും രാജവർഷമോ കലിവർഷമോ ശകവർഷമോ സ്വീകരിച്ചിരുന്നത്. വേണാട്ടിലെ ശ്രീവല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനമാണ് കൊല്ലം 149. കണ്ടുകിട്ടിയിടത്തോളം കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രേഖ ദക്ഷിണ കേരളം, മധുര, തിരുനെൽവേലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചിങ്ങം 1-ാം തീയതിയും ഉത്തര കേരളത്തിൽ കന്നി 1-ാം തീയതിയുമാണ് വർഷാരംഭമെന്നത് കൊല്ലവർഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കൊല്ലവർഷത്തിന്റെ ആഗമം എങ്ങനെ? ഈ ചോദ്യം കേരള ചരിത്രകാരന് ഒരു മഹാരഹസ്യത്തിന്റെ അന്തർനിഗൂഢതയാൽ ആവൃതമായ പ്രഹേളികയാണ്. ഈ പ്രശ്നത്തെ അധികരിച്ചുള്ള സുദീർഘമായ ചർച്ചകളിൽ പല പണ്ഡിതന്മാരും പങ്കെടുത്ത് സ്വന്തം ഭാവനാശക്തിക്ക് സ്വതന്ത്ര പ്രകാശനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്നും ഈ ചോദ്യം പിടികിട്ടാത്തൊരു രഹസ്യമായി തന്നെ അവശേഷിക്കുന്നു. പല സിദ്ധാന്തങ്ങളും ഉള്ളതിൽ പ്രധാനപ്പെട്ടവ മാത്രം നമുക്ക് പരിശോധിക്കാം. ഉദയ മാർത്താണ്ഡവർമ്മ കലിവർഷം 396 AD 824-825. വേണാട്ടു രാജാവായ ഉദയമാർത്താണ്ഡവർമ്മ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാരുടെ ഒരു മഹാസമ്മേളനം കൊല്ലത്ത് വിളിച്ചുകൂട്ടിയെന്നും ജ്യോതിശാസ്ത്രപരമായ പരിചിന്തനങ്ങൾക്കു ശേഷം അക്കൊല്ലം ചിങ്ങമാസം മുതൽ ഒരു പുതിയ അബ്ദം ആരംഭിക്കാൻ തീരുമാനിച്ചെന്നുമുള്ള ഒരു കഥ P. ശങ്കുണ്ണിമേനോൻ പറയുന്നുണ്ട്. ഈ വർഷഗണന കേരളത്തിൽ മുഴുവനും എന്നല്ല, തിരുനെൽവേലി, മധുര തുടങ്ങിയ അയൽപ്രദേശങ്ങളിലും സ്വീകരിക്കപ്പെടുകയുണ്ടായത്രേ. ഈ സിദ്ധാന്തത്തിന് ഉപോദ്ബലകമായി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു രേഖ ശങ്കുണ്ണിമേനോൻ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആ രേഖയുടെ കാലം കൊല്ലം 1-ാം ആണ്ട് ചിങ്ങം 5-ാം തീയതിക്കാണ്. കൊല്ലവർഷത്തിന്റെ ആഗമനം ഈ വിധത്തിലാണെന്ന് ഏറെക്കാലത്തേക്ക് തിരുവിതാംകൂർ ചരിത്രകാരന്മാർ വിശ്വസിച്ചു പോന്നു. എന്നാൽ ഈ സിദ്ധാന്തം പല കാരണങ്ങളാലും അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീട് നടന്ന പഠനങ്ങൾ തെളിയിക്കുകയുണ്ടായി.